നമസ്കാരം ടു ഫാർമർ ഫോക്കസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലിജോ. ഈ കാണുന്നത് ഒരാളുടെ സ്റ്റാർട്ടപ്പ് ആണ്. എൻ്റെ ഫ്രണ്ടാണ്, ലിജോ എന്നാണ് ഈ ചേട്ടൻ്റെ പേര്. ഇദ്ദേഹത്തിൻ്റെ സ്റ്റാർട്ടപ്പ് ആണ് ഈ കാണുന്നത്. പൈനാപ്പിളും അതേപോലെ റബ്ബറും പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇവരുടെ സ്റ്റാർട്ടപ്പിന്റെ പ്രവർത്തനങ്ങൾ എന്ന് നമുക്ക് ഇദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം. ലിജോ ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്താണ് നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് ആക്ച്വലി? ഇതൊരു പ്ലാന്റേഷൻ കമ്പനിയാണ്. നമ്മുടെ കമ്പനിയുടെ പേര് GM ഗ്രൂപ്പ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന പ്ലാന്റേഷൻ കമ്പനിയാണ്. നമ്മൾ ഇതുപോലെ വലിയ വലിയ റബ്ബർ തോട്ടങ്ങളൊക്കെ എടുത്ത് മുറിച്ച് മാറ്റിയതിന് ശേഷം ഇതുപോലെ റീപ്ലാന്റ് ചെയ്ത് പൈനാപ്പിള്, റബ്ബർ ഇത് റീപ്ലാന്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. എന്ത് തരം പ്ലാന്റിങ്ങും നമ്മൾ കൃഷിയായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. റീപ്ലാന്റേഷൻ മാത്രമേ ഉള്ളൂ അതോ എനിക്കിപ്പോൾ കുറച്ച് തരിശു ഭൂമിയുണ്ട്, അല്ലെങ്കിൽ ഒരു കസ്റ്റമറിന്റെ സ്ഥലത്ത് കുറച്ച് തരിശു ഭൂമിയായിട്ട് കിടക്കും, നിങ്ങൾ അവിടെ പ്ലാന്റ് ചെയ്ത് കൊടുക്കും? എങ്ങനെ, ഏത് രീതിയിൽ വേണമെങ്കിൽ കസ്റ്റമറുടെ റിക്വയർമെന്റിന് അനുസരിച്ച് നമ്മൾ ഇത് പ്ലാൻ ചെയ്ത് കൊടുക്കും. കസ്റ്റമറുടെ റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് റബ്ബർ, പിന്നെ പൈനാപ്പിള്, വാഴ, കപ്പ, പിന്നെ പ്ലാവ്, മാവ് എല്ലാം കസ്റ്റമർ റിക്വയർമെന്റ് അനുസരിച്ച് എന്തും ചന്ദനം, ഊത് എല്ലാം ചെയ്യും. ചന്ദനം, ഊത് എല്ലാം കൃഷി ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു കമ്പനി തുടങ്ങിയിട്ട് എത്ര വർഷമായിട്ടുണ്ട്? ഇപ്പോൾ 2.5 വർഷമാകും നമ്മൾ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. 2.5 വർഷമായിട്ടുണ്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട്. നമ്മൾ എത്രത്തോളം പ്രോജക്റ്റുകൾ ചെയ്തിട്ടുണ്ട്? നമ്മളിപ്പോൾ ഒരു 15-17ഓളം പ്രോജക്റ്റുകൾ നമ്മളിപ്പം കേരളത്തിലെ പല ജില്ലകളിലായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. 17ഓളം പ്രോജക്റ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം നിലവിലുണ്ട്. ഇപ്പം സ്ഥലത്തില്ലാത്ത ഒരാളാണെന്ന് വിചാരിക്കും. അപ്പോൾ ഞാൻ വിദേശത്താണ്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർ വിദേശത്താണ്. അപ്പോൾ അവരുടെ സ്ഥലം നോക്കാനോ കാണാനോ ഒന്നും ആരും ഉണ്ടാവത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുമോ? തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ചെയ്യാം. നമ്മൾ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിന്റെ സയന്റിസ്റ്റുമാരുടെ നിർദ്ദേശപ്രകാരമായിരിക്കും നമ്മൾ കൂടുതൽ സോയിൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ വസ്തുവിൽ എന്ത് നടാൻ പറ്റും, ഇപ്പോൾ ഒരു തോട്ടത്തിൽ എന്ത് നടാൻ പറ്റും, അപ്പൊ അതനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ശരിക്കും നമ്മൾ സോയിൽ ടെസ്റ്റ് ഒക്കെ ചെയ്ത് സ്ഥലത്തിനും അനുയോജ്യമായിട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ കൃഷി ചെയ്യുന്നത്. അപ്പൊ നമ്മള് കൂടുതൽ ഇങ്ങനെ പറയുന്നതിലും കൂടുതൽ അവിടുത്തെ ഭൂപ്രകൃതി അനുസരിച്ചിട്ടും കസ്റ്റമറിന്റെ റിക്വയർമെന്റ് അനുസരിച്ചുമാണ് കൃഷി ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ എന്തോ നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്? ഇവിടെ ഇപ്പൊ നമ്മളിപ്പോ പൈനാപ്പിൾ ഇട്ടേക്കാം. പൈനാപ്പിളും അതിന്റെ കൂടെ റബ്ബറും ആയിട്ടേക്കുന്നത്. ഇപ്പൊ ഈ ഒരു പൈനാപ്പിളും റബ്ബറും കൂടെ ആണെന്നുണ്ടെങ്കിൽ കസ്റ്റമറിന് എങ്ങനെയാ ഇതിന്റെ? ഇതിപ്പം തോട്ടങ്ങള് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കസ്റ്റമർ ഒന്നും നമുക്ക് തരണ്ട. കാരണം നമ്മളിപ്പോ റബ്ബർ റീപ്ലാന്റ് ചെയ്ത് അതിന്റെ കൂടെ നമ്മൾ പൈനാപ്പിൾ നട്ട് നമ്മൾ 3.5 വർഷം നമ്മൾ നോക്കി അവർക്ക് കൊടുക്കുക. 3.5 വർഷം നമ്മൾ റബ്ബർ നോക്കി, റബ്ബർ 3.5 വർഷം ആകുമ്പോഴത്തേക്ക് തിരിച്ച് തിരിച്ച് ഹാൻഡ് ഓവർ ചെയ്യും. അത്രയും സമയത്ത് ആ ഒരു 3.5 വർഷത്തേക്ക് നമ്മൾ പൈനാപ്പിൾ ഇവിടെ വളർത്തി എടുക്കുക. റബ്ബറിന്റെ പരിചരണം കാര്യങ്ങളും എല്ലാം നിങ്ങൾ തന്നെ ചെയ്യുന്നത്. അപ്പൊ ഇവരൊന്നും അറിയണ്ട, ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ അവരിട്ട് തരണം. ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവര് ക്ലൈന്റ് ഇടുക. ഓക്കെ, അല്ല റിക്വയർമെന്റ് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതല്ലോ. റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ ചെയ്യും. നമ്മൾ മെറ്റീരിയൽസ് എല്ലാം നമ്മൾ ഡയറക്റ്റ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്താൽ നമ്മൾ ചെയ്യും. ലോ കോസ്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് ഒരു ആദായകരമായിട്ട് നമുക്ക് വളർത്താൻ പറ്റിയത് എന്താണ്? ഇപ്പം ആദായകരമായിട്ട് നമുക്ക് വളർത്താൻ പറ്റിയ ഒരുപാട് സാധനങ്ങളുണ്ട്. കാരണം ചന്ദനമുണ്ട്, പിന്നെ ഊതുണ്ട്. ചന്ദനമൊക്കെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. ചന്ദനം കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം 50 ഇഞ്ച് ചുറ്റുമുള്ള ഒരു മരം അത് അവർ തന്നെ എടുത്ത് അവർ തന്നെ പ്രോസസ് ചെയ്ത് അത് കൊടുക്കാൻ പരിപാടിയിട്ട് 10% അവരുടെ ലേബർ കോസ്റ്റും എല്ലാം കൂടെ അവരെടുത്തതിന് ശേഷമായിരിക്കും ബാക്കി എമൗണ്ട് നമുക്ക് കിട്ടുന്നത്. കൂടുതലും നമ്മുടെ ഈ വർക്കുകളൊക്കെ എവിടെയായിട്ടാണ് നടക്കുന്നത്? നമുക്ക് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ഇങ്ങനെ പല ജില്ലകളിലായിട്ട് നമുക്ക് റിക്വയർമെന്റ് ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് അങ്ങനെ തോട്ടങ്ങൾ, വലിയ വലിയ തോട്ടങ്ങളാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത്. പിന്നെ ചെറുതും നമ്മൾ ചെയ്യും, എല്ലാം ചെയ്യും. എല്ലാ തരം തോട്ടങ്ങളും നമ്മൾ ചെയ്യും. നമ്മളിപ്പോൾ ഇവിടെ നട്ടേക്കുന്നത് 105ഉം 430 നട്ടേക്കുന്നത്. 430ന്റെ തൈ ബോർഡർ ലൈൻ എല്ലാം അതാണ് നട്ടേക്കുന്നത്. കാരണം 105ന്റെ മരം മറിയാതിരിക്കാൻ വേണ്ടി 430ന്റെ തയ്യ ബോർഡർ ലൈനെ ചുറ്റും നട്ടേക്കുന്നത്. അതങ്ങനെ, കാരണം 105 ആകുമ്പോൾ കൂടുതലും ഒടുവുണ്ടാവുന്നതാണ്. മരം കാറ്റത്ത് വളഞ്ഞു പോകുന്നതാണ്, വിലക്കുറവാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്നാ പാല് കിട്ടുന്ന ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് 105 നമ്മുടെ മണ്ണിൽ. പക്ഷെ 430ന്റെ തൈ ആകുമ്പോഴത്തേന് അത് നല്ല ഹൈറ്റിൽ കയറിപ്പോ മരം മറിയത്തില്ല. പിന്നെ അതുപോലെ തന്നെ 217 PB 217 എന്ന് പറയുന്ന തയ്യ നമ്മുടെ ഉണ്ട്. അത് വലിയ വലിപ്പമാവുന്നതാണ്. വലിയ വലിപ്പമാവുന്ന തയ്യ, ഏകദേശം 60 ഇഞ്ചിന് മേളിലോട്ട് ചുറ്റും പണ്ണാവുന്ന തയ്യാണ്. അതും നമ്മുടെ കൈവശമുണ്ട്. നമ്മൾ തൈ എടുക്കുന്നത് ലാഹ ഹാരിസൺ മലയാളം പ്ലാന്റേഷനിൽ നിന്നാണ് നമ്മൾ തൈ എടുക്കുന്നത്. നമ്മൾ ഡയറക്റ്റ് എല്ലാ വർഷവും നമ്മൾ തൈ എടുക്കുന്നത് അവിടുന്ന്. കൂടുതൽ ക്വാണ്ടിറ്റി നമ്മൾ 10-15,000 തൈ വീതം എടുക്കുന്നത് എല്ലാ വർഷവും. റബ്ബറിന്റെ ഇടയ്ക്ക് പൈനാപ്പിളാണ് പ്ലാന്റ് ചെയ്തേക്കുന്നത്. ഞാനാണെങ്കിൽ എന്റെ തോട്ടത്തില് പ്ലാന്റ് ചെയ്ത സമയത്ത് വാഴയായിരുന്നു ഇടയ്ക്ക് പ്ലാന്റ് ചെയ്തിരുന്നത്. അപ്പൊ അങ്ങനെ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? പൈനാപ്പിൾ അല്ലാതെ വേറെ എന്തെങ്കിലും നമുക്ക്
പ്ലാന്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുമോ? നമുക്ക് മരച്ചീനി കൃഷി ചെയ്യാൻ പറ്റും. മരച്ചീനി ഇപ്പം മരച്ചീനി ഇപ്പം റബ്ബർ നട്ട് അതിന്റെ കൂടെ തന്നെ അതിന്റെ ഇടവേളയായിട്ട് നമുക്ക് മരച്ചീനി കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അത് കസ്റ്റമർക്ക് തന്നെ അത് അതിന്റെ ആദായം എടുക്കാൻ പറ്റും. അവർക്ക് തന്നെ അതിന്റെ ആദായം എടുക്കാൻ പറ്റും. തിരിച്ച് നമ്മൾ വാങ്ങിക്കില്ല, കസ്റ്റമർക്ക് അതിന് ആദായമാക്കാം. കാരണം അത് കസ്റ്റമറെ ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ അത് അവർ തന്നെ അതിന്റെ വിളവെടുക്കുന്നത് അവർ തന്നെ ആയിരിക്കും. അത് അവർ കൊടുക്കുമ്പോഴത്തേന് തന്നെ ഏകദേശം ഇത് പ്ലാന്റ് ചെയ്യുന്നതിന്റെ കോസ്റ്റ് അവർക്ക് തന്നെ. കാരണം അതായത് ക്ലയന്റ് നമുക്ക് തരുന്നതിന്റെ ആ ഒരു കോസ്റ്റ് ഒരു 2 വർഷം കൊണ്ട് അല്ലെങ്കിൽ 1 വർഷം കൊണ്ട് തന്നെ അവർക്ക് അത് തിരിച്ചെടുക്കാൻ പറ്റും. അതായത് അവർക്ക് ഈ പ്ലാന്റേഷന് റബ്ബർ പ്ലാന്റ് ചെയ്യുന്നതിനും അതേപോലെ ഈ മരച്ചീനെ നമ്മൾ നട്ട് കൊടുത്തതിന്റെ ഒരു കോസ്റ്റ് അവർക്ക് 1 വർഷം കൊണ്ട് തന്നെ അതിനകത്ത് നിന്ന് എടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ ഒരു റബ്ബർ മാത്രം നടാതെ അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും നട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ആദായം കൂട്ടാനായിട്ട് പറ്റും. വരുമാനം കൂട്ടാനായിട്ട് അവക്കാഡോ, പിന്നെ റംബൂട്ടാന്, പിന്നെ അങ്ങനെ മാംഗോസ്റ്റി, അങ്ങനെ എല്ലാ ഫ്രൂട്ട് പ്ലാന്റുകളും നമ്മൾ നടും. കസ്റ്റമറുടെ ഇതിപ്പം കൂടുതൽ റബ്ബർ ആൾക്കാർ പ്ലാന്റ് ചെയ്യാത്തതുകൊണ്ട് ചില തോട്ടങ്ങളിൽ റംബൂട്ടാനും മാംഗോസ്റ്റി ഇങ്ങനെയൊക്കെയുള്ളതായിരിക്കും നടന്നത്. ഒരു ട്രെൻഡ് റബ്ബർ മുറിച്ച് മാറ്റി കഴിഞ്ഞാൽ റബ്ബർ നടുന്നില്ല, റബ്ബർ മാറ്റിയിട്ട് മറ്റ് പ്ലാന്റുകളിലേക്ക് പോവാ. നമ്മളിപ്പം മലവേപ്പ് നടത്തുന്നുണ്ട്. പല തോട്ടങ്ങളിൽ ഇപ്പൊ റബ്ബർ മുറിച്ച് മാറ്റിയിട്ട് മലവേപ്പ് ആകുമ്പോഴത്തേന് 10 വർഷം 12 വർഷം കൊണ്ട് നമുക്ക് മുറിച്ച് മാറ്റിയിട്ട് റീപ്ലാന്റ് ചെയ്യാൻ പറ്റും. അപ്പം റബ്ബർ വെച്ച് അത് വെട്ടാൻ ഉള്ള സമയത്തിന് വർക്കേഴ്സിന് കിട്ടാതാവുന്നത് കൊണ്ട് ഇപ്പം മലവേപ്പ് നട്ട് കഴിഞ്ഞാൽ അത് 12ാം വർഷം മുറിച്ച് മാറ്റിയിട്ട് അടുത്ത റീപ്ലാന്റ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ കുറെ പേര് ക്ലയന്റുകൾ അങ്ങനെ നമ്മൾ റിക്വയർമെന്റ് ആയിട്ട് വരുന്നുണ്ട് മലവേപ്പ് നടാൻ വേണ്ടി. മലവേപ്പ് നട്ട് കഴിഞ്ഞാൽ നമുക്ക് 15 വർഷം ആകുമ്പോഴത്തേക്ക് മാക്സിമം നമുക്ക് മുറിച്ച് മാറ്റാം. അത്രയും വർഷം നമ്മൾ നിർത്തേണ്ട ആവശ്യമുണ്ടോ? നിർത്തേണ്ട ആവശ്യമില്ല. വലിപ്പത്തിന് നമ്മുടെ പരിചരണം കണക്കിരിക്കും മരം മുറിക്കാൻ പറ്റുന്ന വളർച്ച. നിങ്ങൾ ഇപ്പൊ ഈ പ്ലാന്റ് ചെയ്ത് കൊടുക്കുകയാണോ ചെയ്യുന്നത്, അതോ അതിനുശേഷമുള്ള പരിചരണങ്ങളൊക്കെ ആഫ്റ്റർ പ്ലാന്റിങ് അതിന് വേണ്ട വളമേടിയിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ചെയ്തു കൊടുക്കും? അത് നമ്മൾ തന്നെ ചെയ്തു കൊടുക്കും. അതിന് പ്രത്യേക ഫീസ് ആയിരിക്കും. നമ്മൾ പ്ലാൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിപ്പോ കാർഡെടുപ്പ് ഉണ്ടെങ്കിൽ കാർഡെടുപ്പ്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് വളവിടിയില് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഫ്രീ സൂപ്പർവിഷൻ ആയിരിക്കും. പക്ഷെ ലേബർ വരുമ്പോഴത്തേന് ലേബർ കോസ്റ്റ് നമുക്ക് ക്ലയന്റ് അവർ തരേണ്ടി വരും. ഇപ്പൊ ഒരാൾ വിളിച്ചിട്ട് പറയുന്നത് എനിക്ക് റബ്ബർ അല്ല നടന്നത്, എനിക്ക് തെങ്ങോ കവുങ്ങോ ഒക്കെയാണ് എന്റെ പറമ്പിൽ നടേണ്ടത്. അപ്പൊ തെങ്ങും കവുങ്ങൊക്കെ നമ്മൾ നട്ടു കൊടുക്കുമോ? എല്ലാം നട്ടു കൊടുക്കും. തെങ്ങാണെങ്കിൽ നമുക്ക് കുറ്റിയാടി തെങ്ങുകളും സങ്കര ഇനങ്ങളും ആയിട്ടുള്ള തെങ്ങുകളാണ് എല്ലാം നമ്മൾ നടുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അടയ്ക്കയും നമ്മൾ നടന്നു കൊടുക്കുന്നുണ്ട്. ഈ ഇൻഡസ്ട്രി മംഗള, പിന്നെ അതുപോലെ എല്ലാം നാടൻ ഇനങ്ങളെല്ലാം നമ്മൾ നടത്തുന്നത്. നമുക്ക് നമ്മുടെ ഇവിടുത്തെ മണ്ണിന് അനുയോജ്യമായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലാവസ്ഥയ്ക്ക് അനുയോജ്യം നമ്മൾ നാടനാണല്ലോ. നാടൻ അടയ്ക്കയായാലും തെങ്ങായാലും നാടനാണ് നമുക്ക് നല്ലത്. അതെല്ലാം നമ്മൾ നട്ടു കൊടുക്കുന്നത്. ഇപ്പൊ ഈ വർഷം ഏറ്റവും കൂടുതൽ നമ്മൾ ചോദിച്ചേക്കുന്നത് നാടൻ തെങ്ങുകളാണ് നമ്മൾ ചോദിച്ചേക്കുന്നത്. തെങ്ങ് കൃഷിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മൾ ചോദിച്ചേക്കുന്നത്. ഈ വർഷം ചോദിച്ചേക്കുന്നത്. അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഫാമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട അല്ലെന്നുണ്ടെങ്കിൽ പ്ലാന്റേഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലിജോ ചേട്ടനെ വിളിക്കാവുന്നതാണ്. അദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ സ്ക്രീനിലും കാണിക്കുന്നതാണ്. ഫാമിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ഇനി ഈവൻ മരം മുറിക്കണമെങ്കിൽ പോലും നിങ്ങളായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ മുറിച്ച് മാറ്റി ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ GM ഗ്രൂപ്പ് ഹൈബ്രിഡ് ഫാമിങ്ങുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നതാണ്.